ഇതിപ്പോ നടക്കണോന്ന് കൊണ്ടേരും പോലീസുകാർ പോയി ചർച്ച ചെയ്യുന്നു. ന്യൂസ്റൂമിൽ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ വൈഷ്ണവ് പ്രഭ, നിനാസ് നൗഫൽ, സ്റ്റെഫി ജെയിംസ്, നജ ഫാത്തിമ. വസ്തുതകൾ നിരത്തിയാണ് പ്രതിപക്ഷങ്ങളും കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ കത്തിച്ചാമ്പലായ 35 KSRTC ക്യാമ്പസുകളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. കേവലം ഒരു റബ്ബർ മൂക്കിന് വേണ്ടിയാണോ സംസ്ഥാനത്ത് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായത്? ശ്രീ മിനാസ് എങ്ങനെ നോക്കിക്കാണുന്നു? സഖാവ് മൂക്കൻ ചെയ്ത തെറ്റ് പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തത് എന്നതല്ലേ? എന്ത് പ്രതിപക്ഷം? അയാൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ചിന്തകനും ജ്ഞാനിയുമല്ലേ മൂക്കൻ? രാജ്യം ഭരിക്കേണ്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ ദൈവമാക്കാൻ നോക്കിയില്ലേ? കേവലം വെറും 4 സീറ്റുകൾ കിട്ടിയതിന്റെ വിഷമം ഞങ്ങളുടെ ദാമോദർജിയോട് തീർക്കരുത്. നിങ്ങളോട് കൂടി അന്നു മുതൽ തുടങ്ങിയതാണ് ആ പാവത്തിന്റെ കഷ്ടകാലം. അല്ലെങ്കിലും ഇത്രയും മൂക്കുള്ളത് ദൈവത്തിന് മാത്രമല്ലേ? അയാളുടേത് റബ്ബർ മൂക്കാണ്, അല്ലെങ്കിൽ അതൊരു ഫിസിക്കൽ ഡാമേജ്. അതിനിത്ര ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പാവം ജനങ്ങളെ എത്ര കാലം പറ്റിക്കാൻ പറ്റും? അല്ല, ലോകം കണ്ട മഹത്വത്തെ ഇത്തരം തരംതാണ വാക്കുകൾ ഉപയോഗിച്ച് താറടിച്ചു കാണിക്കരുത്. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇന്ന് പാവപ്പെട്ടവരുടെ അത്താണിയാണ് സഖാവ് മൂക്കൻ. രാജ്യം പട്ടിണിയും പരിവട്ടവുമായി നെട്ടോട്ട് ഓടുമ്പോൾ കോടികൾ ചെലവിട്ട് മൂക്ക് പരിശോധന അനിവാര്യമോ? അതിനിടയിൽ മൂക്കന് മൂക്കശ്രീ പുരസ്കാരം കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു. ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ട്? വരും ദിവസങ്ങളിൽ അറിയാം. ഇനിയും എത്ര ജീവനുകൾ ബലി കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രൈം ടൈം ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു.